അന്ത്യനാളിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമുക്കൊരു അന്ത്യനാളുണ്ട്, ഈ ലോകത്തിനും അവസാനമുണ്ട് ഇല്ലേ? വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കും നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്, ഇലയുന്നൽ തണ്ണീരതും. പഴയ പാട്ടാണ്. ഇപ്പോഴത്തെ പഴയ പാട്ടൊന്നും ഇപ്പം ആർക്കും അറിഞ്ഞൂടല്ലോ. ഇപ്പോൾ പുതിയ പുതിയ പാട്ടൊക്കെ എന്നുള്ള പാട്ടൊക്കെയാണ് എല്ലാവരും പാടുന്നത്. അപ്പോൾ ഈ പഴയ പാട്ടിലൊക്കെ നല്ല രസമുള്ള ആ തത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, സൂറെന്ന കാഹളത്തിൽ ധ്വനി മുഴങ്ങുന്നത് കൂടി ലോകാവസാനം തുടങ്ങുന്ന കിയാമത്ത് നാൾ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ചന്ദ്രശേഖരൻ ചിലപ്പോൾ പറയും, ആ ദൈവത്തിൻ്റെ അഥവാ പരമേശ്വരൻ്റെ കയ്യിലൊരു കാഹളമുണ്ട്, ആ കാഹളം മുഴക്കപ്പെടുന്നതോട് കൂടിയാട്ട് ഈ ലോകത്തിന് അവസാനമുണ്ടാവുക എന്ന്. എല്ലാ നന്മ തിന്മകളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ. ഒരുപക്ഷെ നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ ഉദാഹരണത്തിലൂടെ ഫാദർ പറയുന്ന കാര്യം, മുടിയനായ പുത്രൻ്റെ ഉദാഹരണത്തിലൂടെ ബൈബിൾ പറയുന്ന കാര്യം, കൃഷ്ണൻ മാത്രമല്ല ഓരോരാടെ അകത്ത് അഘനും ബഗനും ധേനുകനും തൃണാവർത്തനും മുഷ്ടികനും ചാണൂരനും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ കാര്യം തന്നെയാണ് നമ്മൾ അറിയുന്നത്. ആചാരങ്ങളിൽ പോലും വ്യത്യാസമുണ്ടോ? ഞാൻ ശരിക്കും വരുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ച കാര്യമുണ്ടെന്ന് തുപ്പാൻ തോന്നി. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഇടതുഭാഗത്തേക്ക് തുപ്പിക്കോന്ന്. അത് എന്നോട് എൻ്റെ ഗുരു പറഞ്ഞു തന്ന കാര്യമാണ്. അത് മാത്രമല്ല, നേരത്തെ ടോയ്ലറ്റിൽ പോകുമ്പോൾ എനിക്ക് തോന്നി ആ ഇടതുകാലി വെച്ച് അകത്തേക്ക് കടക്കണമെന്ന്. അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ എനിക്ക് മനസ്സിലായി വലതുകാലി വെച്ച് അകത്ത് കടക്കണമെന്ന്. അതിരാവിലെ തൊട്ടടുത്തുള്ള കാപ്പിൽ പള്ളിയിൽ നിന്ന്, ഉസ്താദിനറിയാം സ്ഥലം, കാപ്പിൽ പള്ളിയിൽ നിന്ന് അസ്വലാത്തു ഖൈറു മിനൻ നൗം, ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് നമസ്കാരം എന്ന് കേൾക്കുമ്പോൾ അപ്പുറത്ത് പാലക്കുന്ന് അമ്പലത്തിൽ നിന്ന് കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ എന്ന് കേൾക്കും. വ്യത്യാസമില്ല. അപ്പൊ ആചാരത്തിൽ വ്യത്യാസമില്ല എന്ന് നമുക്കറിയാം. നമ്മളൊക്കെ അയ്യപ്പ വിശ്വാസികളാണ്. ഞങ്ങൾ ആ ഭാഗത്ത് എൻ്റെ കൂടെ 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, ആ ബാലു അനിലൊക്കെ. അവരൊക്കെ സാധാരണ ആ ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. ശബരിമലയ്ക്ക് പോകണമെങ്കിൽ വാവരെ കാണാതെ പോകൂലല്ലോ ഇല്ലേ? വാവർ പള്ളിയിൽ ഒരുപക്ഷെ ആ പ്രഭാത നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പേ സ്വാമിമാരൊക്കെ സ്വാമി തിന്തക്കത്തോം തോം അയ്യപ്പ തിന്തക്കത്തോം തോം എന്ന് പറയും. എന്താ കാരണം? അയ്യപ്പനും വാവരും തമ്മിലുള്ളൊരു ബന്ധമാണ്. ഫാത്തിഹ ഓതാത്തോന് നിസ്കാരം ഇല്ല എന്നാണ് ഇല്ലേ? ഞാൻ ഹദീസിലാ പറഞ്ഞേ, ഫാത്തിഹ ഓതാത്തോന് നിസ്കാരം ഇല്ല എന്ന്. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റാർട്ടിംഗ് എന്ന് മാത്രമല്ല എനിക്ക് തോന്നിയ അർത്ഥം, അത് നന്മയുടെ തുടക്കമാണ്, ഒരു പുസ്തകത്തിന്റെ തുടക്കമല്ല എന്ന് അല്ലേ? ഇക്ര ബിസ്മി റബ്ബിക്കൽ ഫലക് തുടങ്ങിയിട്ട് നമ്മൾ പിന്നീട് അത് ക്രമപ്പെടുത്തുന്ന കാലത്താണല്ലോ ഇങ്ങനെയൊക്കെ വന്നത്. അപ്പോൾ ആ ക്രമപ്പെടുത്തലിൽ ഒരുപക്ഷെ ഞാൻ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമൊക്കെ നോക്കുമ്പോൾ ലേശം ഒരു സൂഫിസവുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് വായിക്കുമ്പോൾ അത് കുറെ കൂടി ആഴത്തിലുള്ള ഭൗതികമായ അർത്ഥത്തിൻ്റെ അപ്പുറത്ത് മഹത്തായ ചില അർത്ഥ തലങ്ങളുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ആ വിനയത്തെക്കുറിച്ച്, പ്രതിഫല ദിനത്തിന് അധിപനെക്കുറിച്ച്, ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിയുന്ന ആ മാലികി യൗമിദ്ദീൻ, വേണ്ട നീ എന്നെ ശരിയായ മാർഗത്തിൽ അസ്റാത്തുൽ മുസ്തഖീം, ശരിയായ മാർഗത്തിൽ നയിക്കണമേ. ഏതാ ശരിയായ മാർഗം? നബിമാർ കാണിച്ചു തന്ന മാർഗം, സിദ്ദിഖുകൾ കാണിച്ചു തന്ന മാർഗം, ഷഹീദുകൾ കാണിച്ചു തന്ന മാർഗം, സാലിഹുകൾ കാണിച്ചു തന്ന ആ മാർഗം. ആ മാർഗത്തിലൂടെ നീ എന്നെ നയിക്കണമേ. ഫാത്തിഹാന്റെ സംസ്കൃതത്തിന്റെ സമാനമായ പ്രാർത്ഥന പറഞ്ഞോട്ടെ. ഭദ്രം കർണേ ബിഹി ശൃണുയാമദേവാഹ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഹ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാസ്തനൂഭിഹി വ്യശേമദേവഹിതം യദായുഹു സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഹ സ്വസ്തിന പൂഷാ വിശ്വവേദാഹ സ്വസ്തിന താർക്ഷി വരിഷ്ഠനേമിഹി സ്വസ്തിനോ ബൃഹസ്പതിർ ദദാതു. ഭഗവാനെ, എനിക്ക് നല്ലത് കാണാൻ കഴിയണമേ, എനിക്ക് നല്ലത് കേൾക്കാൻ കഴിയണമേ, നല്ലത് ചിന്തിക്കാൻ കഴിയണമേ, നല്ലത് പറയാൻ കഴിയണമേ. വ്യശേമ ദേവഹിതം യദായുഹു, മേ മൈ അലോട്ടഡ് സ്പാൻ ഓഫ് ലൈഫ് ഒബ്റ്റെയിൻ ഫുള്ളി. എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആയുസ് അത് ഞാൻ എപ്പോൾ തീർന്നു പോയാലും തരക്കേടില്ല, പക്ഷേ അതുവരെ ശരിയായിട്ട് അത് അനുസരിക്കാൻ അനുഷ്ഠിക്കാൻ എനിക്ക് സാധിക്കണമേ. മതങ്ങളാണ് കുറ്റം എന്നൊരിക്കലും ഞാൻ പറയില്ല. മതങ്ങളല്ല കുറ്റം, മതത്തെ വ്യാഖ്യാനിക്കുന്നവരാണ് കുറ്റം ചെയ്തത്. ഹിനസ്തി ദുഷ്ടാനിധി ഹിന്ദു,
ദുഷ്ടത ഇല്ലാതാക്കുന്നവനെയാണ് നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞത്. അവൻ്റെ വേഷം നോക്കിയിട്ടല്ല. ഹിംസാം ദമയതീതി ഹിന്ദു, ഹിംസ ഇല്ലാതാക്കുന്നവനെയാണ് നമ്മൾ ഹിന്ദു എന്ന് പറയുന്നത്. ആ സിന്ധോ സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭൂശ്ചൈവ സ വൈ ഹിന്ദുരുതി സ്മൃതഃ. ഹിമാലയം മുതൽ ഇന്ദു സരോവരം വരെയുള്ള ഭാരതഭൂമിയെ ആരാണോ ബഹുമാനിക്കുന്നത് അവനെയാണ് നമ്മൾ ഹിന്ദു എന്ന് പറയുന്നത്. അതൊരു പേര് ചന്ദ്രശേഖരൻ എന്നായതുകൊണ്ട് മാത്രം ഒരാൾ ഹിന്ദുവാവുന്നില്ല. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് യേശു എന്നും ആ യേശുവിലൂടെ നിത്യജീവൻ നേടാൻ ശ്രമിക്കുന്നവനാരോ അവനെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ക്രൈസ്റ്റ് ഈസ് ദി വിസിബിൾ ലൈക്ക്നെസ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ് എന്ന ചിന്ത ഉൾക്കൊള്ളുന്നവനെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അല്ലാതെ ജോസഫ് എന്ന പേരുള്ളത് കൊണ്ട് മാത്രം ആയിട്ടില്ല. അതേപോലെ തന്നെ ഇസ്ലാം, ഞാൻ എപ്പോഴും വല്ലാതെ ആലോചിച്ചു പോവാറുണ്ട് ആ വാക്കിനെ കുറിച്ച്. ഇടക്കാലത്ത് ചില ആൾക്കാരൊക്കെ എന്താ തീവ്രവാദിയായ മുസ്ലിം ചില പ്രയോഗമൊക്കെ അങ്ങനെ കൊണ്ടുവരാറുണ്ട്. എനിക്ക് തിരിഞ്ഞിട്ടേ ഇല്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന്. കാരണം മുസൽമാൻ എന്ന് പറഞ്ഞാൽ അല്ലെ ഇസ്ലാം മതവിശ്വാസി എന്ന് പറഞ്ഞാൽ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവനാണ്. ഉണങ്ങിയ പച്ചമുളക് എന്ന് പറയാൻ കഴിയും നമുക്ക്. ഉണങ്ങിയ പച്ചമുളക്, ഒരു ഗ്ലാസ് ചൂടുള്ള പച്ചവെള്ളം വേണമെന്ന് പറഞ്ഞാൽ എന്താ അസംബന്ധമായിരിക്കും. അതുപോലെ അസംബന്ധമാണ് തീവ്രവാദിയായ മുസ്ലിം എന്ന് പറയുന്നത്. മുസ്ലിമിന് ഒരിക്കലും തീവ്രവാദിയാവാൻ കഴിയില്ല. ഒരുപക്ഷെ മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ ഇബ്രാഹിം എന്നോ പേരുള്ള ഒരാൾക്ക് ആവാൻ കഴിയും, മുസൽമാനാവാൻ കഴിയില്ല. ഒരു നാരായണൻ എന്നോ ഗോവിന്ദൻകുട്ടി എന്നോ പേരുള്ള ഒരാൾക്ക് ഹിന്ദു എന്ന പേരുള്ളത് കൊണ്ട് മാത്രം അവൻ ഹിന്ദു ആവണമെന്നില്ല. അപ്പൊ ഇസ്ലാം എന്ന വാക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം സമർപ്പണം എന്നാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാന് മുമ്പിൽ നമ്മെ സമർപ്പണം ചെയ്താൽ, ഹിന്ദുവിന്റെ ഭാഷ കടം വാങ്ങിച്ചാൽ ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ എന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഏകതയുടെ മഹത്തായ സന്ദേശത്തിലേക്ക് എത്താൻ കഴിയും. മുമ്പ് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ഇസ്മയിലെ കുറേ സമയം തരണേ സംസാരിക്കാൻ. പക്ഷേ ഇന്ന് വേണ്ടത്ര സമയം തരുന്നതിന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഈ വേദിയിൽ ഈ പുണ്യാത്മാക്കളൊക്കെ ഇരുത്തിക്കൊണ്ട് നീട്ടുക എന്ന് പറഞ്ഞാൽ അത് അക്ഷന്തവ്യമായ അപരാധമായി പോവും എന്ന് ഞാൻ വല്ലാതെ പേടിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ആമുഖമൊന്നും ദീർഘിപ്പിക്കാതെ വളരെ ചുരുക്കി ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആശിക്കുകയാണ്. എന്നെ വല്ലാതെ വിശേഷിപ്പിച്ചത് എന്തൊക്കെ അത്ഭുത പ്രഭാഷകനാണ് എന്നൊക്കെയാണ്. അതൊന്നുമല്ല. ഞാൻ യഥാർത്ഥത്തിൽ സർവലോക രക്ഷിതാവിൻ്റെ ഒരു എളിയ ദാസൻ മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം സ്നേഹസംഗമത്തെക്കുറിച്ചാണ്. എൻ്റെ തൊട്ട് മുമ്പിൽ സംസാരിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കണ്ടക്ഷോഭം വരുത്തുന്നതിനേക്കാളും നേരത്തെ ഫാദർ ആ കാര്യം സൂചിപ്പിച്ചു. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം. അടുത്തു നിൽക്കുന്ന സഹോദരനെ കാണാൻ കണ്ണില്ലെങ്കിൽ അരൂപനായ ഈശ്വരനെ കാണാൻ കഴിയില്ല. അപ്പൊ നമ്മൾ പറയുന്നത് ശരിയായിട്ട് സമാജ സേവനം തന്നെയാണ് ഈശ്വര ആരാധന എന്ന് നമ്മൾ തിരിച്ചറിയണം. മുഖവുര നീട്ടിക്കൊണ്ടു പോവാൻ ഞാൻ ആശിക്കുന്നേയില്ല. ഇവിടെ പലരെയും നമ്മൾ ആദരിക്കുകയുണ്ടായി. സമൂഹത്തിലെ വലിയ വലിയ ആളുകളാണ്, നമുക്ക് മാതൃക കാണിച്ചവരാണ്. ആ വേദിയിലാണ് നമ്മൾ ചില കാര്യങ്ങൾ ഈ വൈകിയ വേളയിൽ സംസാരിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ തൊട്ട് എനിക്ക് ശേഷം പ്രസംഗിക്കാനുള്ള മഹാപണ്ഡിതനായ നമ്മുടെ ഉസ്താദൊക്കെയുണ്ട്. ഞാൻ ആ ഉസ്താദോട് പറഞ്ഞതാണ് ഇത്ര വിസ്തരിച്ച് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. മാത്രമല്ല നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, കുറേ കാലം മുമ്പ്
നമ്മൾക്ക് മതിലുകൾ കുറവായിരുന്നു, അങ്ങനെയല്ലേ പറഞ്ഞത്? എനിക്ക് കന്നഡ ശരിക്കും അറിഞ്ഞൂടാ, എനിക്ക് ആകെ കന്നഡത്തിൽ 4 വരി അറിയൂ. അത് സർവജ്ഞ കവിയുടെ വരിയ. സണ്ണനെയ മഴലൊളകെ നുണ്ണനെയ ശിലയൊളകെ ബണ്ണിസി ഭരത പടതൊളകെ ഇറുവാത്ത എന്നൊളകെ ഹെനേന്ന. കൊച്ചു മണൽത്തിരിയിലും മനോഹരമായ ചിത്രത്തിലും വിഗ്രഹത്തിലും ഒക്കെ ഉള്ളത് എൻ്റെ അകത്തുള്ള ഈശ്വരൻ തൻ്റെയല്ലേ. ഒരുപക്ഷെ വിശുദ്ധ ഖുർആന്റെ ഭാഷ കടം വാങ്ങിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഉമ്മുൽ കിതാബ്, ഗ്രന്ഥങ്ങളുടെ മാതാവ്, അൽക്കാഫിലാണോ ഉസ്താദേ പറഞ്ഞത്, തൻ്റെ കണ്ഠനാടിയേക്കാൾ സമീപസ്ഥനാണ് അള്ളാഹു എന്നാണ്. അന്ന് നമുക്ക് അത് തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മതിലുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് നമ്മൾ പറഞ്ഞത് മതിലുകൾ തകർത്തു നാം ഒറ്റവർഗമാവണം എന്ന്. മതിലുകൾ കെട്ടപ്പെട്ടത് ഏത് സന്ദർഭത്തിലാണ്? നമ്മൾ ഇന്ന് ഈ കാര്യമൊക്കെ മറന്നുപോയോ? ഞാനൊന്ന് ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഭീഷ്മദ്രോണ തട ജയദ്രഥ ജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈ രണനദി കൈവർത്തക കേശവ. വ്യാഖ്യാനിക്കാൻ നമുക്ക് സമയം പോരാ, എന്തൊക്കെയോ അലമ്പുള്ള, അങ്ങനെ നമുക്ക് ചുരുക്കാലോ, ഭീഷ്മരും ദ്രോണരും ഒക്കെ ആയിട്ടുള്ള കരിമ്പാറകളെയും ഒഴുക്കിനെയും ചുഴിയെയൊക്കെ പാണ്ഡവന്മാർക്ക് കടക്കാൻ കഴിഞ്ഞത് തോണിക്കാരനായിട്ട്, കടത്തുകാരനായിട്ട് ശ്രീകൃഷ്ണൻ ഉണ്ടായതുകൊണ്ടാണ് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഈശ്വരന് കൊടുക്കുന്ന പേരൊന്നുമല്ല. സർവലോക രക്ഷിതാവ് എന്നതിന് മറ്റൊരു ഭാഷയിൽ പറയുന്ന പദമാണ് കൃഷ്ണൻ. ആ ഈശ്വരൻ തൻ്റെ കണ്ഠനാടിയേക്കാൾ സമീപസ്ഥനാണ് എന്ന അള്ളാഹുവിൻ്റെ വഹി തിരിച്ചറിയാതെ പോയപ്പോഴാണ് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന ഗീതാ സന്ദേശം മറന്നുപോയപ്പോഴാണ്. അത് മാത്രമല്ല, നിങ്ങൾ എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിൽ വസിക്കും എന്ന ബൈബിൾ സന്ദേശം നമുക്ക് കൈമോശം വന്നുപോയപ്പോഴാണ് മതിലുകൾ കെട്ടപ്പെട്ടത് എന്ന് നമ്മൾ അറിയണം. അപ്പോഴാണ് പയ്യീച്ച പൂച്ച പുലി വണ്ടലി ഞണ്ടു പച്ചപ്പയ്യെന്ന് തൊട്ട് പലമാതിരിയായ ജന്മം കഴിഞ്ഞു എന്നൊക്കെയുള്ളത് വ്യാഖ്യാനിക്കുമ്പോൾ ലേശം ഒരു പക്ഷേ അനിസ്ലാമികമായി പോകുന്ന പേടിയുണ്ട്. ഏതായാലും പശുവും ഈച്ചയും പൂച്ചയും പുലിയും വണ്ടും എലിയും ഞണ്ടും പച്ചപ്പയ്യൻ്റെ ഒക്കെ അപ്പുറത്ത് മനുഷ്യൻ മനീഷയുള്ളവനാണ്, ചിന്താശീലനാണ്. അവന് ചിന്താ ദാരിദ്ര്യം വരുമ്പോഴൊക്കെ ആദം അലൈഹിസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ 1,24,000 പരം പ്രവാചകന്മാർ അവതീർണരായിട്ടുണ്ട് എന്ന തത്വം നമ്മൾ തിരിച്ചറിയുകയാണ്. ഞാൻ ഈസായ്ക്കും മൂസായ്ക്കും നൂഹിനും ഇബ്രാഹിമിനും അനുശാസിച്ചത് ഇതേ ധർമ്മം തന്നെയാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. മതങ്ങളാണ് കുറ്റം എന്നൊരിക്കലും ഞാൻ പറയില്ല. മതങ്ങളല്ല കുറ്റം, മതത്തെ വ്യാഖ്യാനിക്കുന്നവരാണ് കുറ്റം ചെയ്തത്. ഹിനസ്തി ദുഷ്ടാനിധി ഹിന്ദു, ദുഷ്ടത ഇല്ലാതാക്കുന്നവനെയാണ് നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞത്. അവൻ്റെ വേഷം നോക്കിയിട്ടല്ല. ഹിംസാം ദമയതീതി ഹിന്ദു, ഹിംസ ഇല്ലാതാക്കുന്നവനെയാണ് നമ്മൾ ഹിന്ദു എന്ന് പറയുന്നത്. ആ സിന്ധോ സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭൂശ്ചൈവ സ വൈ ഹിന്ദുരുതി സ്മൃതഃ. ഹിമാലയം മുതൽ ഇന്ദു സരോവരം വരെയുള്ള ഭാരതഭൂമിയെ ആരാണോ ബഹുമാനിക്കുന്നത് അവനെയാണ് നമ്മൾ ഹിന്ദു എന്ന് പറയുന്നത്. അതൊരു പേര് ചന്ദ്രശേഖരൻ എന്നായതുകൊണ്ട് മാത്രം ഒരാൾ ഹിന്ദുവാവുന്നില്ല. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് യേശു എന്നും ആ യേശുവിലൂടെ നിത്യജീവൻ നേടാൻ ശ്രമിക്കുന്നവനാരോ അവനെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ക്രൈസ്റ്റ് ഈസ് ദി വിസിബിൾ ലൈക്ക്നെസ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ് എന്ന ചിന്ത ഉൾക്കൊള്ളുന്നവനെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അല്ലാതെ ജോസഫ് എന്ന പേരുള്ളത് കൊണ്ട് മാത്രം ആയിട്ടില്ല.
അതേപോലെ തന്നെ ഇസ്ലാം, ഞാൻ എപ്പോഴും വല്ലാതെ ആലോചിച്ചു പോവാറുണ്ട് ആ വാക്കിനെ കുറിച്ച്. ഇടക്കാലത്ത് ചില ആൾക്കാരൊക്കെ എന്താ തീവ്രവാദിയായ മുസ്ലിം, ചില പ്രയോഗമൊക്കെ അങ്ങനെ കൊണ്ടുവരാറുണ്ട്. എനിക്ക് തിരിഞ്ഞിട്ടേ ഇല്ല അതിൻ്റെ അർത്ഥം എന്താണെന്ന്. കാരണം മുസൽമാൻ എന്ന് പറഞ്ഞാൽ, അല്ലെ ഇസ്ലാം മതവിശ്വാസി എന്ന് പറഞ്ഞാൽ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവനാണ്. ഉണങ്ങിയ പച്ചമുളക് എന്ന് പറയാൻ കഴിയും നമുക്ക്? ഉണങ്ങിയ പച്ചമുളക്, ഒരു ഗ്ലാസ് ചൂടുള്ള പച്ചവെള്ളം വേണമെന്ന് പറഞ്ഞാൽ എന്താ അസംബന്ധമായിരിക്കും? അതുപോലെ അസംബന്ധമാണ് തീവ്രവാദിയായ മുസ്ലിം എന്ന് പറയുന്നത്. മുസ്ലിമിന് ഒരിക്കലും തീവ്രവാദിയാവാൻ കഴിയില്ല. ഒരുപക്ഷെ ആ മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ ഇബ്രാഹിം എന്നോ പേരുള്ള ഒരാൾക്ക് ആവാൻ കഴിയും, മുസൽമാനാവാൻ കഴിയില്ല. ഒരു നാരായണൻ എന്നോ ഗോവിന്ദൻകുട്ടി എന്നോ പേരുള്ള ഒരാൾക്ക് ഹിന്ദു എന്ന പേരുള്ളത് കൊണ്ട് മാത്രം അവൻ ഹിന്ദു ആവണമെന്നില്ല. അപ്പൊ ഇസ്ലാം എന്ന വാക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം സമർപ്പണം എന്നാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാന് മുമ്പിൽ നമ്മെ സമർപ്പണം ചെയ്താൽ, ഹിന്ദുവിന്റെ ഭാഷ കടം വാങ്ങിച്ചാൽ ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ എന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഏകതയുടെ മഹത്തായ സന്ദേശത്തിലേക്ക് എത്താൻ കഴിയും. നമ്മൾ ആരും വ്യത്യസ്തമായ കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ വിശുദ്ധ ഖുർആനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായല്ലോ, നമുക്കൊക്കെ ആദ്യമകാലത്ത് നമ്മുടെയൊക്കെ ദർശനം ഒന്നായിരുന്നു. പിന്നീട് എപ്പോഴോ വിഭജിക്കപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ അത് ഉറപ്പാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഈ സന്ദേശത്തിലൊക്കെ കടന്നുപോയത്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പറയും, ലോകത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രം പറയുന്നൊരു കാര്യമുണ്ട്. വസ്തുവിൻ്റെയൊക്കെ മൂലരൂപമായ ഒരു ആദിമ ചൈതന്യം, പ്രിമോർഡിയൽ എനർജി, അതിലെന്തോ കാരണവശാൽ ഭയങ്കരമായ സ്ഫോടനം ഉണ്ടായി. ആ സമയത്ത് ശബ്ദം ഉണ്ടായി, അതിന് ലോകം ഉണ്ടായി എന്ന്. ആ ശബ്ദം ഏത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ഓങ്കാരമാണോ, ആമീനാണോ, അലിഫിലാം മീമാണോ, അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ശബ്ദം ഉണ്ടായി എന്നുള്ളത് ഉറപ്പാണ്. അത് ഞാൻ പറഞ്ഞു വന്നത്, ഒരുപക്ഷെ അത് അലിഫിലാം മീം ആവാം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു ഭാവം ആയിട്ട് നമ്മൾ കാണുന്ന ഓങ്കാരമാവാം, അല്ലെങ്കിൽ ആമേനോ ആമീനോ ആവാം എന്നുള്ളതാണ്. ഇത് വെറുതെ പറയുകയല്ല കേട്ടോ, ഒരു സൗഹാർദ്ദ സമ്മേളനത്തിന് കൊഴുപ്പ് കൂട്ടാൻ പറയുന്നതല്ല. ഞാൻ ഈ ആദം അലൈഹിസ്സലാമിനെ കുറിച്ചും നബി തിരുമേനിയെ കുറിച്ചും കിതാബുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആൻ കാണുന്നതിന് മുമ്പ് തന്നെയാണ്. അതൊരു സ്വകാര്യമുണ്ട് ഉസ്താദെ. പണ്ട് കാലത്ത് നമ്മൾ ഉസ്താദിനെ അറിയുന്ന സ്ഥലം, അതോട്ടാണ് പറയുന്നത്. അതിൻ്റെ കൂടി ഈ കുട്ടികൾ മദ്രസയിലേക്ക് ഉറുമാലിൽ കെട്ടിയിട്ട് കിതാബ് കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു ഒന്ന് കാണണമായിരുന്നു എന്ന്, ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത്. ഞാൻ പോയിട്ട് എടാ ഒരിക്കൽ നോക്കി കൂട്ടറ, ഞാൻ അതിൻ്റെ അകത്ത് എന്തെന്ന്. അപ്പോൾ ഒരു കുട്ടി ഒരിക്കലും ഒരു പാച്ചയിൽ പാഞ്ഞു എൻ്റെ അടുക്കുന്നത്. എന്തറിയോ, നിങ്ങളപ്പ തൊട്ടാൽ ഇത് കണ്ണ് പൊട്ടിപ്പോകുന്ന, നിങ്ങളപ്പ തൊട്ടാൽ കണ്ണ് പൊട്ടിപ്പോകുന്നു. എനിക്ക് ആ കുട്ടിയോട് വല്ലാതെ സ്നേഹം ഉണ്ടായി. എന്താണെന്നറിയോ, ആ കുഞ്ഞ് പാഞ്ഞത് എൻ്റെ കണ്ണ് പൊട്ടാതിരിക്കാനാണല്ലോ, അതെന്തായാലും നന്മയായി അല്ലേ. പിന്നെ എനിക്ക് അറിയണമെന്ന് തോന്നിയപ്പോൾ വിശുദ്ധ ഖുർആൻ പരമാവധി ആഗ്രഹം പറഞ്ഞപ്പോൾ എൻ്റെ മുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ ധാരാളം കിതാബുകൾ എൻ്റെ മുമ്പിൽ എത്തിച്ചു തന്നിട്ടുണ്ട്. ഒരുപക്ഷെ മൗദൂദിയുടെ വ്യാഖ്യാനം മുതൽ ഉള്ള വ്യാഖ്യാനങ്ങൾ, ബാക്കി ഞാൻ പറയണ്ടല്ലോ, മൗദൂദിയുടെ വ്യാഖ്യാനം മുതലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ വാങ്ങിച്ച് നിരത്തി വെച്ച് അത് ഒരു ഗ്രന്ഥത്തോട് കാണിക്കേണ്ടുന്ന ആത്മീയമായ ശുദ്ധിയൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ, കാരണം ഏത് ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥത്തെയും സ്പർശിക്കുമ്പോൾ അതിൻ്റെതായ മാനസിക ശാരീരിക ശുദ്ധി പാലിക്കണമെന്നുണ്ട്. ആ പാലിച്ചുകൊണ്ട് നോക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈശപുത്രം ചമാം വിദ്ധി കുമാരീ ഗർഭസംഭവം എന്ന് യേശുവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഒരു പുരാണത്തിൽ നിന്നാണ്. ഇന്ദ്രിയാണി രമിത്യായോ ഹ്യാത്മധ്യാനപരായണ തസ്മാത് ആദമനാസം പത്നി ഹവ്യവതി സ്മൃത എന്ന ശ്ലോകം ഞാൻ കണ്ടത് ആ ഭവിഷ്യ പുരാണത്തിലാണ്. ഇന്ദ്രിയദമനം സാധിച്ചവനെയാണ് നമ്മൾ ആദം അലൈഹിസ്സലാം എന്ന് പറയുന്നത്.
അങ്ങനെ ഓരോന്ന് മദീന പട്ടണം എന്ന മദീന പട്ടണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പുരാണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് വായിച്ചു നോക്കിയപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കൽ, മലക്കുകളിൽ വിശ്വസിക്കൽ, കിതാബുകളിൽ വിശ്വസിക്കൽ, അന്ത്യനാളിൽ വിശ്വസിക്കൽ, എല്ലാ നന്മ തിന്മകളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ, അള്ളാഹുവിനെ കുറിച്ച് ഏറെ അന്വേഷണം നടത്താൻ തോന്നിയിട്ടുണ്ട്. അൽ ഇലാഹ്, യഥാർത്ഥ ദൈവം, ആ ദൈവം ഒന്നു തന്നെയാണ്. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൻ്റെ പ്രവാചകനാണെന്നും സാക്ഷ്യം വഹിക്കുന്ന ഷഹാദത്ത് കലീമയ്ക്ക് അനുസരിച്ച് തന്നെയാണ് ഉപനിഷത്തുക്കൾ ഈശ്വരനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ജ്ഞാനം, ഗുരു എന്നൊക്കെ പറയും ഒരു പ്രകാശം. ജിബിരിൽ എന്ന ആ മാലാഖ അള്ളാഹുവിൻ്റെ വഹി പ്രവാചക തിരുമേനിക്ക് എത്തിച്ചു കൊടുത്തതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, നീ നിന്നെ സൃഷ്ടിച്ച നാഥൻ്റെ പേരിൽ വായിക്കുക. എനിക്ക് സന്തോഷമായി. ആ വായിക്കാൻ പറഞ്ഞ ഫാത്തിഹ ഓതാനോ അല്ലെങ്കിൽ സൂറത്തുകളിലൂടെ കടന്നു പോകാനോ അല്ലോ, നിന്റെ വായന ദൈവത്തെ സങ്കൽപ്പിച്ചു കൊണ്ടായിരിക്കണം, ദൈവനാമത്തിലായിരിക്കണം, ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അപ്പോൾ വായിക്കുന്നതെല്ലാം തന്നെ ഈശ്വരീയമാവണം എന്ന തോന്നൽ കൂടി അവിടെ ഉണ്ടാക്കുകയാണ്. കിതാബുകൾ 4 എന്ന് പറയുമ്പോൾ തൗറാത്ത്, ഇഞ്ചീലൊന്നും പറയാൻ അറിയാത്ത ഹിന്ദു ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, മുർസലീങ്ങളിൽ വിശ്വസിക്കൽ ദിവ്യപുരുഷന്മാരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആദം അലൈഹിസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ 1,24,000 പരം പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ പേര് ആർക്കെങ്കിലും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇല്ല. പക്ഷെ എനിക്കൊരു ധൈര്യമുണ്ട്, രാമനെയും കൃഷ്ണനെയും അതിൽ ചേർക്കാൻ എനിക്ക് മടിയില്ല, ഒരു മടിയില്ല. കാരണം രാമനെ വാൽമീകി പറഞ്ഞത് മര്യാദാ പുരുഷോത്തമൻ എന്നാണ്. ഒരു പക്ഷേ മര്യാദാ പുരുഷോത്തമൻ എന്നതിൻ്റെ അറബി ശബ്ദമായിരിക്കണം മുർസലീം എന്നുള്ളത്. അന്ത്യനാളിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമുക്കൊരു അന്ത്യനാളുണ്ട്, ഈ ലോകത്തിനും അവസാനമുണ്ട്, ഇല്ലേ? വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കും നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്, ഇലയുന്നൽ തണ്ണീരതും. പഴയ പാട്ടാണ്. ഇപ്പോഴത്തെ പഴയ പാട്ടൊന്നും ഇപ്പം ആർക്കും അറിഞ്ഞൂടല്ലോ. ഇപ്പോൾ പുതിയ പുതിയ പാട്ടൊക്കെ എന്നുള്ള പാട്ടൊക്കെയാണ് എല്ലാവരും പാടുന്നത്. അപ്പോൾ ഈ പഴയ പാട്ടിലൊക്കെ നല്ല രസമുള്ള ആ തത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, സൂറെന്ന കാഹളത്തിൽ ധ്വനി മുഴങ്ങുന്നത് കൂടി ലോകാവസാനം തുടങ്ങുന്ന ഖിയാമത്ത് നാൾ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ചന്ദ്രശേഖരൻ ചിലപ്പോൾ പറയും, ആ ദൈവത്തിൻ്റെ അഥവാ പരമേശ്വരൻ്റെ കയ്യിലൊരു കാഹളമുണ്ട്, ആ കാഹളം മുഴക്കപ്പെടുന്നതോട് കൂടിയാട്ട് ഈ ലോകത്തിന് അവസാനമുണ്ടാവുക എന്ന്. എല്ലാ നന്മ തിന്മകളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ. ഒരുപക്ഷെ നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ ഉദാഹരണത്തിലൂടെ ഫാദർ പറയുന്ന കാര്യം, മുടിയനായ പുത്രൻ്റെ ഉദാഹരണത്തിലൂടെ ബൈബിൾ പറയുന്ന കാര്യം, കൃഷ്ണൻ മാത്രമല്ല ഓരോരാടെ അകത്ത് അഘനും ബഗനും ധേനുകനും തൃണാവർത്തനും മുഷ്ടികനും ചാണൂരനും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ കാര്യം തന്നെയാണ് നമ്മൾ അറിയുന്നത്. ആചാരങ്ങളിൽ പോലും വ്യത്യാസമുണ്ടോ? ഞാൻ ശരിക്കും വരുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ച കാര്യമുണ്ടെന്ന് തുപ്പാൻ തോന്നി. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഇടതുഭാഗത്തേക്ക് തുപ്പിക്കുമെന്ന്. അത് എന്നോട് എൻ്റെ ഗുരു പറഞ്ഞു തന്ന കാര്യമാണ്. അത് മാത്രമല്ല, നേരത്തെ ടോയ്ലറ്റിൽ പോകുമ്പോൾ എനിക്ക് തോന്നി ആ ഇടതുകാലി വെച്ച് അകത്തേക്ക് കടക്കണമെന്ന്. അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ എനിക്ക് മനസ്സിലായി വലതുകാലി വെച്ച് അകത്ത് കടക്കണമെന്ന്. അതിരാവിലെ തൊട്ടടുത്തുള്ള കാപ്പിൽ പള്ളിയിൽ നിന്ന്, ഉസ്താദിനറിയാം സ്ഥലം, കാപ്പിൽ പള്ളിയിൽ നിന്ന് അസ്വലാത്തു ഖൈറു മിനന്നൗം, ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് നമസ്കാരം എന്ന് കേൾക്കുമ്പോൾ അപ്പുറത്ത് പാലക്കുന്ന് അമ്പലത്തിൽ നിന്ന് കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യാ പ്രവർത്തതേ എന്ന് കേൾക്കും. വ്യത്യാസമില്ല. അപ്പോൾ ആചാരത്തിൽ വ്യത്യാസമില്ല എന്ന് നമുക്കറിയാം. നമ്മളൊക്കെ അയ്യപ്പ വിശ്വാസികളാണ്. ഞങ്ങൾ ആ ഭാഗത്ത് എൻ്റെ കൂടെ 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, ആ ബാലു അനിലൊക്കെ. അവരൊക്കെ സാധാരണ ആ ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. ശബരിമലയ്ക്ക് പോകണമെങ്കിൽ വാവരെ കാണാതെ പോകൂലല്ലോ, ഇല്ലേ? വാവർ പള്ളിയിൽ ഒരു പക്ഷേ ആ പ്രഭാത നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പേ സ്വാമിമാരൊക്കെ സ്വാമി തിന്തക്കത്തോം തോം അയ്യപ്പ തിന്തക്കത്തോം തോം എന്ന് പറയും. എന്താ കാരണം?
അയ്യപ്പനും വാവരും തമ്മിലുള്ളൊരു ബന്ധമാണ്. അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധം വെറും കഥയല്ല. ഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന ഗ്രന്ഥം ബ്രഹ്മാണ്ഡ പുരാണാന്തർഗതമാണ്. ബ്രഹ്മാണ്ഡ പുരാണാന്തർഗതമായ ഭൂതനാഥ സർവസ്വത്തില് അയ്യപ്പനും വാവരും തമ്മിലുള്ള സംഭാഷണം പറയുന്നുണ്ട്. അവിടെ അയ്യപ്പൻ പറയും, വാവരെ നിങ്ങൾ പറയുന്നത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഞങ്ങൾ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ പറയും. നിങ്ങളാണെങ്കിൽ ലാ അന ഇലാഹു അനൽ ഹക്ക്. സൂഫി സിദ്ധാന്തം ഈശ്വരനാണ് സത്യം. ഞാൻ വെറുതെ ബടായി പറയുകയില്ല. ഇത് ഈ ഹിന്ദുവിൻ്റെ ഗ്രന്ഥത്തിലുള്ളതാണ്. ലാ അന ഇലാഹു അനൽ ഹക്ക് സൂഫി സിദ്ധാന്തമാണ്. ആ സൂഫി സിദ്ധാന്തം മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ജലാലുദ്ദീൻ റൂമിയെയും റാബിയ അൽ അദവിയയെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണമെന്ന്. പഠിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരുപക്ഷെ റാബിയ അൽ അദവിയയെ കുറിച്ച് ഞാൻ വായിച്ചത് ശ്രീരാമകൃഷ്ണ മഠം തൃശ്ശൂര് പുറനാട്ടുകര വിലങ്ങൻ ഒരാശ്രമം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് റാബിയ അൽ അദവിയയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അത്രത്തോളം സിദ്ധാന്തങ്ങൾ പരസ്പരമായിട്ടുള്ള ബന്ധം. ഇനി ഈമാൻ കാര്യമല്ല, ഇസ്ലാം കാര്യമാകുമ്പോൾ ഷഹാദത്ത് കലിമയെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. അൽ ഇലാഹ്, യഥാർത്ഥ ദൈവം, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടുന്നവൻ, അവന് രൂപമില്ല. പലർക്കും ചിലപ്പോൾ നമുക്ക് തോന്നുക ഹിന്ദു വിഗ്രഹത്തിൽ പോയിട്ട് ആരാധന ചെയ്യുന്നു. പ്രഥമാ പ്രതിമാ പൂജ ജപസ്തോത്രാദി മധ്യമ ഉത്തമോ ധ്യാന ഭാവസ്യാത് സോഹം പൂജോത്തമോത്തമ എന്നൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ഏഹ്യസ്മാനമാതിഷ്ടാസ്മാ ഭവതു തേതനു, അല്ലയോ ഭഗവാനെ വന്നാലും ഈ പ്രതിമയിൽ എഴുന്നള്ളിയിരുന്നാലും എന്നൊക്കെ പറയുമ്പോഴും അവനൊരിക്കലും വിഗ്രഹത്തെ പൂജിക്കുന്നില്ല. നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. പിന്നീട് അത് വന്നുപോയതാണ്. വിഗ്രഹത്തെ ശരിക്ക് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പതിവായി എന്ന് പറയുന്നത് പോലെ ഒരു ദിശാബോധം ഉണ്ടാക്കാൻ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. പിന്നീടത് അമിതമായ ഭക്തി വന്നപ്പോൾ അവന് അതിനെ തന്നെ ആരാധിക്കാൻ തുടങ്ങി. ഹിന്ദുവിനോട് ആചാര്യന്മാർ പറഞ്ഞു കൊടുത്തത് ചിന്മയസ്യ അദ്വിതീയസ്യ നിർഗുണസ്യ അശരീരിണഃ ഉപാസകാനാം കാര്യാർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന. ഈശ്വരൻ ചിന്മയനാണ്, ജ്ഞാനമാണ്, അറിവാണ്. അഖിലാധിപനെ അഖലായവനെ അറിവിനുടയോനെ അഖിലവും പോറ്റും കാരുണ്യവാനെ കരുണ സ്വരൂപനെ. പഴയ കാലത്ത് ഇത്തരം വേദിയിൽ ഇങ്ങനെയുള്ള കഥാപ്രസംഗമൊക്കെ ഉണ്ടാവുന്നേ. ഇനിയിപ്പോൾ മാറ്റോ? ഒട്ടും ഇസ്മായിൽ ഇല്ലേ? കുറച്ചു കാലം കഴിഞ്ഞ് ഇതിൻ്റെ സ്റ്റൈല് പോരാന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാലം മാറിയല്ലോ. ഈ മതിലുകളുണ്ടായ കാലത്തായി പ്രശ്നമൊക്കെ ഉണ്ടായി സർ. അതൊക്കെ ശരിക്ക് ആ ഈശ്വരനെ അറിയാൻ, ചിന്മയനായിട്ടുള്ള ജ്ഞാനസ്വരൂപനായ ആ ജ്ഞാനം എന്ന് പറഞ്ഞാൽ രാമായണത്തിലെ മിക്കവാറും വരികൾ എനിക്ക് മനഃപ്പാഠമാണ്. സുന്ദരകാന്ഡ് എടുത്തിട്ട് സകല ശുഖകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയമമ കഥയമമ കഥകളതി സാദരം. ഞാനിങ്ങനെ നീട്ടി ചൊല്ലിക്കോളാം, നിങ്ങൾ എന്നെ പണ്ഡിതെന്ന് വിളിക്കല്ലേ. കാരണം ഇത് ഞാൻ ബൈഹാർട്ടാക്കി ക്ലീ 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 ക്രീ ക്രീ എവിടെ നിന്നാണ് ഈ ശബ്ദം? സുരേഷ് തിരിഞ്ഞു നോക്കിയതാ മുറ്റത്തൊരു മൈന. പിന്നെ എന്താ അറിവ് എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യാ ഭിന്നമെന്ന് തോന്നുന്ന വസ്തുക്കളെ ഐക്യം കാണലാണ് ജ്ഞാനം. ഇവിടെ നേരത്തെ വിവേകാനന്ദനെ കുറിച്ച് നമ്മളൊരു ഗ്രേറ്റ് അനൗൺസർ, ഒരു സൂപ്പർ അനൗൺസറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഉഗ്രമാണ്. അദ്ദേഹത്തിന് സർവ്വലോക രക്ഷിതാവ് ആയുസ്സും ആരോഗ്യമൊക്കെ പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിവേകാനന്ദ സ്വാമി പറഞ്ഞത് പ്രഥമ ദൃഷ്ടിയിൽ കൈപ്പക്കയും പഞ്ചസാരയും വേറെ വേറെയാണ്. ആത്യന്തിക വിശകലനത്തില് കൈപ്പക്കയും ആ പഞ്ചസാരയുടെയും തന്മാത്ര, ആറ്റം, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഘടനയിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല എന്ന്. അങ്ങനെയാകുമ്പോൾ ജോസഫും മുഹമ്മദും ചന്ദ്രശേഖരനും തമ്മിൽ ആത്യന്തിക വിശകലനത്തിൽ ഒരു വ്യത്യാസം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അറിവ് നേടണം. ആ അറിവ് നേടാൻ വേണ്ടിയിട്ട് ഒരു 5 നേരം നമസ്കരിക്കട്ടെ. നമ്മൾ 5 നേരം എന്ന് പറയുമ്പോൾ രാവിലെ ഉച്ചക്കും വൈകുന്നേരം അല്ല, പൂർവാഹ്നവും അപരാഹ്നവും എന്ന് പറഞ്ഞാൽ ഫോർനൂണും ആഫ്റ്റർനൂണും ഉണ്ട് ഹിന്ദുവിന്. മനസ്സിലായോ? 5 നേരം നിസ്കരിക്കുക. സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദു പറയും സത്യം, ദാനം, ദയ, ശൗചം. ഇത് കൂടിയതാണ് സക്കാത്ത്. സജ്ജനങ്ങൾ അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ അഗതികൾക്കും അനാഥർക്കും അന്നം നൽകുന്നു. വിശുദ്ധ ഖുർആനിലുള്ള ആയത്താണ്. പരിശുദ്ധ റംസാൻ മാസത്തിൽ പാപം ഹരിക്കാനായിട്ട്, പാപത്തെ, റംസാൻ എന്ന വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് അത്രേ, കരിക്കുക, കത്തിച്ച് കളയുക, ഭസ്മീകരിക്കാൻ നോമ്പനുഷ്ഠിക്കുന്നു.
നോമ്പനുഷ്ഠിക്കും. ഹിന്ദുവിനും ആചാരപരമായി ചില വ്യത്യാസമൊക്കെയുണ്ട്. അല്ല മാഷേ, അത് സംശയം കേട്ടോ. നിങ്ങൾ ഒരിക്കലിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അരിൻ്റെ തിന്നൂടാ ബാക്കി എന്ത് തിന്നാണല്ലേ എന്നാണ്. അങ്ങനെ ഒരു വ്രതം വേറെയാണത്. വെള്ളം മാത്രം കുടിക്കുന്ന വ്രതമുണ്ട്, പഴം മാത്രം നിന്ന വ്രതമുണ്ട്. ഉപവാസം എന്ന് പറഞ്ഞാൽ ആഹാര നിവൃത്തി ഉപവാസ, ആഹാരം കഴിക്കാതിരിക്കുന്ന വ്രതമുണ്ട്. ഹിന്ദു അലമ്പെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതാണ്. പക്ഷെ അതിന് വേറെ അർത്ഥമുണ്ട്. എന്താ ഈ നമ്മൾ നോമ്പ് കാലത്ത് പള്ളിയിൽ ഇത്തിക്കാഹ് എന്താ പറയുന്നത്, അങ്ങനെന്തോ പറയും, എനിക്ക് ഉച്ചാരണം തെറ്റിപ്പോയാൽ ക്ഷമിക്കണേ. പള്ളിയിൽ പാർക്കുക ഉപവാസത്തിന്റെ ഭാഗമാണ്. ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം ഉപ അടുത്ത്, വാസം വസിക്കുക. അള്ളാഹുവിന്റെ ഭവനമാണ് പള്ളി എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ്. അപ്പൊ ദൈവത്തിന്റെ അടുത്ത് വസിക്കുകയാണ് ഉപവാസം എന്ന് പറയുമ്പോൾ ഹിന്ദു ഉദ്ദേശിച്ചത്. ഹജ്ജ് കർമ്മത്തെക്കുറിച്ച്, മാനവ തീർത്ഥാടനത്തെക്കുറിച്ച്, ഇന്നല്ലെങ്കിൽ നാളെയൊന്ന് കാശിക്ക് പോകണം എന്ന് ചന്ദ്രശേഖരൻ വിചാരിക്കുന്നത് പോലെ ഒരുപക്ഷെ ഹജ്ജ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത ഒരു രോമാഞ്ചം ഉണ്ടാവും ശരിക്കേ, ഇല്ലേ? ഒരുപക്ഷെ ആരോ കുറച്ച് ദിവസം മുമ്പിൽ ഇങ്ങനെ ഇസ്ലാമിക കർമ്മശാസ്ത്രവും സംഗീതവും തമ്മിൽ പൊരുത്തൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അശ്വറയിലും മറ്റും കിറുക്കനായ കവിയുടെ ജൽപ്പനങ്ങളല്ല എന്നൊക്കെ ആയത്ത് അവതരിക്കുന്ന കാലത്ത് ഉണ്ടായ ചർച്ചയെക്കുറിച്ചൊക്കെ വായിക്കുന്നല്ലോ. ആ സമയം അതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് സംഗീതം. ഞാൻ പറഞ്ഞു, എന്തേ സംഗീതത്തെ അംഗീകരിക്കുന്നു? ഈ പ്രപഞ്ചത്തിനൊരു സംഗീതമുണ്ട്. പ്രപഞ്ചത്തെ അറിയലാണ് ഈശ്വരാരാധന. നീ നിന്നെക്കുറിച്ച് അറിഞ്ഞാൽ നീ അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഹദീസിൽ കണ്ടതാ. നീ നിന്നെക്കുറിച്ച് അറിഞ്ഞാൽ കോഹം കഹ അഹം എന്ന് നീ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഹിന്ദു പറയും നിനക്ക് ഈശ്വരനെ അറിയാൻ കഴിയും. അപ്പൊ ഹജ്ജ് കർമ്മം ഞാൻ പറഞ്ഞല്ലോ. ഒരു പക്ഷേ എന്താ നമ്മൾ മക്കയിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു 73 വയസ്സുകാരൻ ഇല്ലേ, അദ്ദേഹത്തിന്റെ ബാങ്ക് വിളി എന്ത് രസല്ലേ, വല്ലാത്ത സംഗീതം ഇല്ലേ. 40 വർഷത്തിലേറെ കാലമായിട്ട് മക്കത്തെ പള്ളിയിൽ ബാങ്ക് ഇഖാമത്ത് നിർവഹിക്കുന്ന ആ പരമശ്രേഷ്ഠൻ, അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ നിന്ന് ബാങ്ക് വിളി വരുമ്പോൾ അതിന് വല്ലാത്ത ഒരു സംഗീതമില്ലേ. ആ സംഗീതത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇനി പ്രാർത്ഥനയെക്കുറിച്ച് സങ്കീർത്തനം, ഭജന, ജമാഅത്തായി നിസ്കരിച്ച 27 ഇരട്ടി ആ ഫലമുണ്ട് എന്ന് നമ്മൾ പറയുന്ന ആ ആശയം വേണ്ട. പ്രാർത്ഥന തന്നെ നോക്കിയേ. ഇപ്പോൾ ചന്ദ്രശേഖരൻ വീട്ടിൽ വെച്ച് പൂജാകർമ്മമോ ഒരു ഉപാസനയെ നിർവഹിക്കുമ്പോൾ ദിഗ്ബന്ധമൊക്കെ ചെയ്തുകൊണ്ട് ആ അദൃശ്യ നെഗറ്റീവ് എനർജി പ്രാർത്ഥനയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അതിർത്തി നിശ്ചയിക്കും. ഈ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ രാഗദ്വേഷ കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളാണ്, പൈശാചിക വൃത്തിയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവൻ ആദ്യം ചെയ്യണം ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, സാത്താനികമായ പ്രേരണയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അപ്പൊ ദിഗ്ബന്ധായ സർ. അതിനുശേഷമാണ് ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, പരമകാരുണ്യനും ദയാപരനുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ. പിന്നെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞു, ആരാധനയെക്കുറിച്ച് പറഞ്ഞു, വിനയത്തെക്കുറിച്ച് പറഞ്ഞു. വിനയം ആവശ്യമാണെന്ന് പറഞ്ഞു. നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിപതു നാഗം നരകവും അതുപോലെ. പിന്നെ നമ്മൾ ഫാത്തിയ ഓതാത്തോനെ നിസ്കാരം ഇല്ല എന്നാണ്, ഇല്ലേ? ഞാൻ ഹദീസിലാ പറഞ്ഞേ, ഫാത്തിയ ഓതാത്തോനെ നിസ്കാരം ഇല്ല എന്ന്. ഫാത്തിയ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റാർട്ടിങ് മാത്രമല്ല എനിക്ക് തോന്നിയ അർത്ഥം, അത് നന്മയുടെ തുടക്കമാണ്, ഒരു പുസ്തകത്തിന്റെ തുടക്കമല്ല എന്ന്, അല്ലേ? ഇക്ര ബിസ്മി റബ്ബിക്കൽ ഹലക്കിന്റെ തുടങ്ങിയിട്ട് നമ്മൾ പിന്നീട് അത് ക്രമപ്പെടുത്തുന്ന കാലത്താണല്ലോ ഇങ്ങനെയൊക്കെ വന്നത്. അപ്പോൾ ആ ക്രമപ്പെടുത്തലിൽ ഒരുപക്ഷെ ഞാൻ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമൊക്കെ നോക്കുമ്പോൾ ലേശം ഒരു സൂഫിസവുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് വായിക്കുമ്പോൾ അത് കുറെ കൂടി ആഴത്തിലുള്ള ഭൗതികമായ അർത്ഥത്തിന്റെ അപ്പുറത്ത് മഹത്തായ ചില അർത്ഥ തലങ്ങളുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ആ വിനയത്തെക്കുറിച്ച്, പ്രതിഫല ദിനത്തിന് അധിപനെക്കുറിച്ച്, ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിയുന്ന ആ മാലികി യൗമിദ്ദീൻ. വേണ്ട, നീ എന്നെ ശരിയായ മാർഗത്തിൽ അസ്റാത്തുൽ മുസ്തഖീം, ശരിയായ മാർഗത്തിൽ നയിക്കണമേ. ഏതാ ശരിയായ മാർഗം? നബിമാർ കാണിച്ചു തന്ന മാർഗം,
സിദ്ദിഖുകൾ കാണിച്ചു തന്ന മാർഗം, ഷഹീദുകൾ കാണിച്ചു തന്ന മാർഗം, സാലിഹുകൾ കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ നീ എന്നെ നയിക്കണമേ. ഫാത്തിഹാന്റെ സംസ്കൃതത്തിന്റെ സമാനമായ പ്രാർത്ഥന പറഞ്ഞോട്ടെ. ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാസസ്തനൂഭിഃ വ്യശേമദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർ ദദാതു. ഭഗവാനെ, എനിക്ക് നല്ലത് കാണാൻ കഴിയണമേ, എനിക്ക് നല്ലത് കേൾക്കാൻ കഴിയണമേ, നല്ലത് ചിന്തിക്കാൻ കഴിയണമേ, നല്ലത് പറയാൻ കഴിയണമേ. വ്യശേമ ദേവഹിതം യദായുഹു മേ മൈ അലോട്ടഡ് സ്പാൻ ഓഫ് ലൈഫ് ഒബ്റ്റെയിൻ ഫുള്ളി. എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആയുസ് അത് ഞാൻ എപ്പോൾ തീർന്നു പോയാലും തരക്കേടില്ല. പക്ഷേ അതുവരെ ശരിയായിട്ട് അത് അനുഷ്ഠിക്കാൻ എനിക്ക് സാധിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം ഞാൻ പറഞ്ഞത്, സമയക്കുറവുണ്ട്, ഇനിയൊരിക്കൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിസ്തരിച്ച് ആ ആലോചന ചെയ്യാം. 1-2 കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ നേരത്തെ കണ്ട് സമയം നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നേ. മാഷേ, ഉത്സവം തുടങ്ങി തൃക്കണ്ണാട് അമ്പലത്തിൽ, അങ്ങോട്ട് പോകണ്ടേ? കുറച്ച് ദിവസം കഴിഞ്ഞാൽ പാലക്കുന്ന് അമ്പലത്തിൽ ഉത്സവമായി. പാലക്കുന്ന് അമ്പലത്തിൽ ഉത്സവമായി കഴിഞ്ഞാൽ ആ റോഡ് സൈഡിൽ വെക്കുന്ന ഒരു മിഠായി ഇല്ല അവിടുത്തെ ഇതുള്ളത്, ആ മിഠായി ഞങ്ങളുടെ നാട്ടിലെ പുതിയാപ്പിളമാരെല്ലാം ഓളെ വീട്ടിൽ കൊണ്ടുപോകും. ആചാരം ഇടങ്ങി കിതാബിലുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം ഇക്കൊല്ലം കല്യാണം കഴിഞ്ഞ പുതിയാപ്പിള ഓളെ വീട്ടിൽ 1 കിലോ മിഠായിയും കൊടുത്തില്ലെങ്കിൽ ആ നാട്ടിലെ ആൾക്കാർ പറയും, നീ എന്ത് പുതിയാപ്പിളാടാ ഭരണി ഉത്സവമായിട്ട് 1 കിലോ മിഠായി കൊണ്ടുവരാത്തിയെന്ന്. ഇല്ലേ? ചെമ്പിരിക്കയിൽ ആ മധുരക്കഞ്ഞിക്ക് ഞങ്ങൾ പോവും. നമുക്കത് ഒരു പേര് പറയാറില്ല, ഞങ്ങൾ പ്രസാദം എന്നാ പറയല്. ഞങ്ങൾക്കത് പ്രസാദമാണ്, പ്രസാദം എന്ന് പറയും. ആ ലിങ്കിങ്, ഞാൻ വീണ്ടും എൻ്റെ സുഹൃത്ത് പറഞ്ഞ ആ മതിലുകളുടെ കാര്യത്തെക്കുറിച്ച്, അന്ന് ആര്യക്കര പട്ടരും ആര്യക്കര പട്ടത്തിക്കും ഉണ്ടായിട്ട് ആര്യപ്പട്ടത്തി എന്ന് പറയുന്ന ആര്യപ്പൂങ്കന്നി ഉണ്ടായി. അവിടെ പിന്നെ കല്യാണം മുത്ത് ശേഖരിക്കാൻ പോയപ്പോൾ 7 ദിവസം കപ്പൽ കടലിലായിപ്പോയി. അപ്പോൾ സഹായിച്ചത് ബപ്പിരിയൻ എന്നു പേരുള്ള മുസൽമാനാണ്. ഈ ബപ്പിരിയൻ ഇപ്പോൾ ഹിന്ദുവിനൊരു തെയ്യമാണ്. ബപ്പിരിയൻ, ചില ഭാഗത്ത് അത് ബബേരിയൻ എന്നൊക്കെ ആവും, വ്യത്യാസമുണ്ട് സർ. കാരണം ഞങ്ങൾക്ക് മലയാളികൾക്ക് അത് ബപ്പിരിയനാണ്, തെയ്യമായി. വിഷു കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച മഞ്ചേശ്വരം ഉദ്യാവർ ജമാഅത്ത് പള്ളിയിൽ തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിലെ വെളിച്ചപ്പാട് ഓ എന്ന് പറഞ്ഞു പോവും. എന്തിനറിയോ? സെയ്ക്കന്മാരെ ഉത്സവത്തിന് ക്ഷണിക്കാൻ. ഈ പാരമ്പര്യം ഉണ്ടായിരുന്നു നമുക്ക്. വേണ്ട, കുമ്പള ആരിക്കാട് പാർദേവസ്ഥാനത്ത് ആലിയും ചാമുണ്ടി എന്ന് പറയുന്ന തെയ്യമുണ്ട്. നീലേശ്വരത്ത് കക്കാട്ട് കോവിലകത്ത് ഒരു ഉമ്മച്ചി തെയ്യമുണ്ട്. ഉമ്മച്ചി തെയ്യം തട്ടൊക്കെ ഇട്ട് മാപ്പിളപ്പാട്ടും പാടി നെല്ല് കുത്തുന്ന ഒരു തെയ്യം, മുഖം മറച്ച്. അത് തുലാം 11 കമ്പല്ലൂർ കോട്ടയിൽ മാപ്പിളയും ചാമുണ്ടിയും എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട്. സകലവിധ കശുമത്ത് കറാമത്തുകളാൽ ബഹുമാനപ്പെട്ട പുളിങ്ങോത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കുന്ന കാര്യമുണ്ട്. പുളിങ്ങോത്തെ കലന്തൻ മുക്രി ഹിന്ദുവിനൊരു തെയ്യമാണ്. രാമന്തളിയിൽ ഏട്ടിക്കുളം എന്ന് പറയുന്ന രാമന്തളി, പയ്യന്നൂര് രാമന്തളി ഏട്ടിക്കുളത്ത് ഒരു തെയ്യമുണ്ട്, നെയ്ത്യാർ തെയ്യം എന്നാണ്. ഈ നെയ്ത്യാർ തെയ്യം എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് അറിഞ്ഞുകൂടാ. ഈ നെയ്ത്യാർ എന്നുള്ള ഈ കുറേ വാക്കൊക്കെ മലയാളത്തിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ പഴയ കാലത്ത് ഇന്ന് ഈ പ്രകടനമാണ്, സൗഹാർദ്ദം പോലും പ്രകടനമാണ്. ഇന്ന് സൗഹാർദ്ദം പോലും പ്രകടനമാണ്. എന്താ തെളിവ്? ഇപ്പൊ ഞാൻ അന്തുമാൻച്ച, റഹ്മാൻച്ച, മമ്മയിച്ച എന്നൊക്കെ വിളിക്കൂലേ? പണ്ട് വിളിക്കൽ അങ്ങനെയല്ല. മമ്മദ് മാപ്പിള, അഹമ്മദ് മാപ്പിള. എന്നാൽ മാപ്പിള എന്ന് വിളിക്കുന്ന കാലത്ത് സൗഹാർദ്ദം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് സ്റ്റൈലിന് വേണ്ടി ഇച്ചാന്ന് ചേർത്തപ്പോൾ ഉണ്ടായി ബഹുമാനമില്ല, പ്രകടനം മാത്രമായി. അന്ന് ചിലപ്പോൾ എന്നോട് പറയാറുണ്ട്, എടാ മൂസാ പ്ലേരെ നെയ്ത്തിയാറ് വീട്ടിൽ വന്നിട്ടുണ്ടായി, എന്തോ കത്തെഴുതാനുണ്ടോ പോലും. പണ്ടത്തെ കാര്യം പറഞ്ഞത് മൂസാ പ്ലേരെ നെയ്ത്യാറ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ ഞാൻ എഴുതി കൊടുക്കണം, പടച്ചവൻ്റെയും നബീൻ്റെയും ഉദവിയാൽ ഞങ്ങൾക്ക് ക്രിസ്തത്തേക്കും വേണ്ടപ്പെട്ടതായ ബഷീർ കണ്ട് വായിച്ചറിയുവാൻ ഉമ്മാവും ആയിഷായും എഴുതുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് സുഖം തന്നെ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും, ഇല്ലേ? നെയ്ത്യാർന്ന് വിളിച്ചത് മുസ്ലിം പെണ്ണുങ്ങളെ ബഹുമാനിക്കാനുള്ള ഒരു മലയാള പദമാണത്. ആ പദം ഉപയോഗിച്ചുകൊണ്ട് തെയ്യമുണ്ട് രാമന്തളി ഏട്ടിക്കുളത്ത്. നേരത്തെ പറഞ്ഞല്ലോ വയനാട്ട് കുലവൻ എൻ്റെ ഒന്നിച്ചു വന്നിരിക്കുന്ന അനിലിൻ്റെ തറവാട്ടിൽ ചൗക്കിയിൽ കാസർഗോഡ് നാളി മറ്റൊക്കെ തെയ്യം കെട്ടാൻ. ആ തെയ്യം കെട്ടിൽ
ഒരു സമ്പ്രദായമുണ്ട്. ഇതൊക്കെ തെറ്റാണോ അനിസ്ലാമികാണോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യട്ടെ. ആ തെയ്യത്തിന് കള്ളു കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. കള്ള് പാടില്ല എന്നല്ലോ, മതിപ്പിക്കുന്നതൊക്കെ പാടില്ല. അൽ മായിദയിലും അങ്ങനെ ഉണ്ടല്ലേ, രിജിസുമിൻ ശൈത്വാൻ, പൈശാചിക വൃത്തിയിൽപ്പെട്ട മാലിന്യമാണ്, ഇസ്മുൻ കബീർ, ഏറ്റവും വലിയ തിന്മയാണ് എന്നൊക്കെ കാണാം. അത് ഈ മദ്യം തന്നെ കുടിക്കുന്നത് മാത്രമല്ല, ഈ നായിൻ്റെ അടിയിൽ വെക്കുന്നതൊക്കെ ഇതിൽ പെടുന്നൊന്ന് ചങ്ങായിമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. ഈ നായിൻ്റെ അടിയിൽ ഇങ്ങനെ തിരിച്ചിട്ട് വെക്കൂലേ ഭരതനാട്യമൊക്കെ കളിച്ചുകൊണ്ട്, അതും അത് തന്നെയാണ്. മദ്യപ്പിക്കുന്നതൊക്കെ മദ്യമാണ്. ഞാൻ കള്ളു കുടിക്കൂല, കൈ കൊണ്ട് തൊടൂല, അത് ഹറാമ് എന്ന് പറയുന്നവന് ഓർമ്മ ഇത് ഇങ്ങനെ വെക്കുന്നതും മദ്യത്തിൽപ്പെട്ടതാണ് എന്ന്, അത് ഹറാമാണ്. അപ്പൊ ഇവിടെ ഒന്നുകൂടിയുണ്ട്, ഈ വയനാട്ടു കുലവനും ഈ കുഞ്ഞാലിയും തമ്മിലൊരു ഇടപാടുണ്ടായിരുന്നു. കേസിൽ ജയിച്ചാൽ കള്ള് തരാന്നാണ്. കള്ളുകൂടിയന്മാർക്ക് അതാ വലുത്. ഇപ്പോൾ 10,000 ഉറുപ്പ്യ കൊടുക്കുന്നതിനേക്കാളും ഒരു ക്വാർട്ടർ മേടിച്ചോട്ട് അവൻ്റെ പയ്യേ വരും നമ്മളെടുത്ത്. 10,000 ഉറുപ്പ്യനേക്കാളും വലുതവന് ക്വാർട്ടറാണ്. അപ്പോൾ ആ തെയ്യത്തിന് കള്ളു കൊടുക്കാൻ പിന്നെ കുഞ്ഞാലി കൊടുക്കുന്നത് ആരെങ്കിലും സമ്മതിക്കുമോ? കുഞ്ഞാലി എങ്ങനെ കൊടുക്കുക അറിയോ? തലക്ക് മുണ്ടെടുത്ത് ആരും കാണാതെ ഒളിച്ചിട്ടാണ്. ആ രംഗം തെറ്റോ ശരിയോ എന്ന് ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ആ രംഗം ഈ കുലവൻ എന്ന് പറയും വയനാട് തന്നെ അനുഷ്ഠാനത്തിൽ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. പുളിങ്ങോത്തെ ഉറൂസിന് തൊട്ടടുത്തുള്ള ഹിന്ദു കുടുംബത്തിലേക്ക് പോയിട്ട് ഒരു സമ്മതം വാങ്ങുന്ന പോലെ ഒരു ചടങ്ങ്, അത് സമ്മതം ഒന്നും പറയില്ല ഇപ്പോൾ, അങ്ങനെയാണ്. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി അറിയല്ലോ, അവിടെ മുഹറം 1 ഫക്കീർ സാഹിബിൻ്റെ അടുത്ത് പോയിട്ട് കയ്യിലൊരു റിബണൊക്കെ കെട്ടിയിട്ട് അലാമി വേഷം കെട്ടുന്ന പഠിപ്പുണ്ട്. ഹിന്ദുക്കളാണ് വേഷം കെട്ടുക, ഫക്കീർ സാഹിബാണ് നിർദ്ദേശം കൊടുക്കുക. അണ്ടല്ലൂർ ഉത്സവത്തിന് ഉപ്പ് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അറക്കൽ വംശക്കാരാണ്. പയ്യന്നൂരും മടിയൻകൂലോത്തും ഉത്സവത്തിന് പഞ്ചസാര കലം കൊടുക്കേണ്ടത് തൊട്ടപ്പുറത്തുള്ള മുസ്ലിം വീട്ടുകാരാണ്. കാഞ്ഞങ്ങാടപ്പുറത്ത് അതിയാൽ മുച്ചിലോട്ട് കളിയാട്ടം തുടങ്ങിയാൽ വെള്ളം കോരാനുള്ള കയറ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് തൊട്ടപ്പുറത്തുള്ള മുസ്ലിം കുടുംബമാണ്. പെരുമ്പട്ട പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വിഷ്ണുമൂർത്തി തൊട്ടടുത്തുള്ള പള്ളിയിൽ നിസ്കാരം കാണാൻ പോകുന്നത്, നിസ്കരിക്കുന്ന സമയത്ത് പോവും. എന്നിട്ട് പറയും പള്ളിയും പള്ളിയറയും എനിക്ക് ഒരേപോലെ തന്നെയാണ്, പള്ളിയായാലും പള്ളിയറയായാലും ഒരുപോലെയാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ കാസർഗോഡ് ജില്ലയിൽ ഇഷ്ടം പോലെ ആചാരപരമായ സമന്വയം നമുക്ക് കാണാൻ കഴിയും. അത് ഒരുപക്ഷെ പഴയ കാലത്ത് നമ്മുടെ പൂർവികന്മാർ കാണിച്ച സ്നേഹ സംഗമമായിരുന്നു. അദ്ദേഹം നിർത്തിയ സ്ഥലത്ത് തന്നെയാണ് ഞാനും നിർത്താൻ ഉദ്ദേശിക്കുന്നത്. അതൊരു മഹത്തായ സ്നേഹ സംഗമമായിരുന്നു. ഞാൻ ഇതുപോലെ സാധാരണ ഈ സൗഹാർദ്ദ സമ്മേളനത്തിന് കമ്മിറ്റിക്കാരെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, ഈ 3 വേഷത്തെ കൊണ്ടുവരും. 3 വേഷം എന്ന് പറഞ്ഞാൽ ഒരു ലോഹയിട്ട് ഒരാൾ, ഒരു താടിയും തൊപ്പിയും വെച്ച ഒരാൾ, ഒരു കാവി വസ്ത്രം ധരിച്ച ഒരാൾ. അപ്പോൾ 3 വേഷമായല്ലോ. ഈ 3 വേഷം കെട്ടിക്കും അല്ലേ? ഞാൻ പലപ്പോഴും ഇത്രയും വേദിയിൽ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ, ഫാദറെ, സ്വാമി, നമ്മളിവിടെ പ്രസംഗിക്കുന്നതിനേക്കാളും നല്ലത് വൈകുന്നേരം ആകുമ്പോൾ റോഡിലൂടെ കടലക്ക കുറിച്ചുകൊണ്ട് ഞങ്ങൾ 3 ആൾ ഒന്നിച്ച് നടന്നാൽ അത് 1000 പ്രസംഗത്തിനേക്കാളും കൂടെ ചെയ്യും. കാരണം ചന്ദ്രശേഖരൻ കുറിയും വലിച്ച് ചിലപ്പോൾ ഇങ്ങനെ അറിയുന്ന തെറ്റോട് കൂടിയിട്ട് ഖുർആൻ സന്ദേശമൊക്കെ പറയുമ്പോൾ ചില കുട്ടികൾ വല്ലാതെ നോക്കലുണ്ട്. അല്ലാ, ഇയാൾക്ക് അറിയുന്നോടാ ഇത്, ഇയാളിതെല്ലാം പറയുന്നുണ്ടോ എന്നുള്ളതാണ്. മക്കളെ വിചാരിച്ചതൊന്നും നമ്മൾ പറഞ്ഞുകൂടാന്നാണ്. നമ്മൾ ശരിക്ക് ഹദീസുകൾ നോക്കിയേ, ഒരിക്കലും അന്യമതവിശ്വാസികൾ ആരാധിക്കുന്ന ചിഹ്നങ്ങളെ നീ അവഹേളിക്കരുത് എന്ന് സഹാബത്തിന് വേണ്ടത്ര നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതർ. അത് മാത്രമല്ല, തിരുദൂതർ എന്ത് രസമുള്ള കാര്യമാണ്. ശരിക്കും ഇനി ഒരിക്കൽ വേണ്ടത്ര സമയം തന്നിട്ട് പ്രവാചകന്റെ സന്ദേശം എന്നൊരു ടൈറ്റിലോട് കൂടി എന്നെ പ്രസംഗിക്കാൻ വിളിക്കണേ. എൻ്റെ വല്ലാത്ത ആഗ്രഹമാണ് ഞാൻ പറയുന്നേ അല്ലേ. ജിഹാദിന് പോകുന്ന സമയത്ത് പറഞ്ഞു കുട്ടികളെ ഉപദ്രവിക്കരുത്, സ്ത്രീകളെ ഇപ്പോഴാണ് സ്ത്രീകളുടെ എന്തോ സമത്വം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് നമ്മൾ പറയുന്നേ. സ്വത്തിനെ കുറിച്ച് ഒരുപക്ഷെ പൊന്നരിവാളംപിളിയിൽ എന്ന പാട്ടുണ്ടാകുന്നതിന് മുമ്പ്, നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന പാട്ട് വരുന്നതിന് മുമ്പ് തരിശു നിലം കൃഷിയോഗ്യമാക്കിയാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം അത് ചെയ്തവനാണ് എന്ന് റസൂൽ പറഞ്ഞു കൊടുത്തു. റസൂലിനെക്കാളും വലിയ വിപ്ലവകാരി പറയണ്ടോ?
നോക്കിയേ, പാവങ്ങളുടെ പക്ഷത്ത് അധ്വാനിക്കുന്നവരോടൊപ്പം, ഭാരം ചുമക്കുന്നവരോടൊപ്പം, ധനാഢ്യരെ ധർമ്മവഴിക്കു നിങ്ങൾ കാണിക്ക വയ്ക്കും തനി മുത്തിനേക്കാൾ കൂലിപ്പണിക്കാരിവർ തൻ വിയർപ്പ് നീർത്തുള്ളിയാണ് ഈശ്വരന് ഏറെ ഇഷ്ടം എന്നാണ് കവി നമ്മളോട് പറഞ്ഞത്. അതുമാത്രമല്ല, ശരിക്ക് കരിനില മുഴുവ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽപ്പാറ നുറുക്കിയൊരുക്കും പണിയാളരോടും എരിവെയിലത്തും പെരുമഴയത്തും ചേർന്നമരുന്നു ദൈവം മണ്ണാർന്ന് ഇരുകൈകളിലും കൂടെ ചെളിലിറങ്ങൂ കളയൂ ശുഭ്രം വസ്ത്രം. ശരിക്കു പറഞ്ഞാൽ അധ്വാനിക്കുന്നവനോടൊപ്പമാണ്, കഷ്ടപ്പെടുന്നവനോടൊപ്പമാണ്, ഭാരം ചുമക്കുന്നവനോടൊപ്പമാണ്, നിസ്വവർഗത്തിനോടൊപ്പമാണ്. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. മത്തായി എഴുതിയ സുവിശേഷം. വളരെ വ്യക്തമല്ലേ ഇത്? ഈ കാര്യങ്ങളൊക്കെയാണ് വിശുദ്ധ ഖുർആനിലെ ശാസ്ത്രീയമായ വീക്ഷണം. വിശുദ്ധ ഖുർആനിലെ ശാസ്ത്രീയതയെക്കുറിച്ച് മറ്റൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യണം, പഠിക്കണം. ലേശം നീണ്ടുപോയി ഉസ്താദെ, മാപ്പ്. ലേശം നീണ്ടുപോയി. കാരണം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതാവുന്നത് സർവ്വലോക രക്ഷിതാവ് റബ്ബുൽ ആലമീനായ തമ്പുരാൻ്റെ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുന്നു. മക്കത്തെ ബാങ്ക് വിളിക്കുന്ന ഉസ്താദ് ഒരിക്കൽ പറയുകയുണ്ടായി, ശബ്ദം അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞല്ല, മക്കത്തെ ഉസ്താദ് പറഞ്ഞതാണ്. ശബ്ദം അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഈ അന്തരീക്ഷത്തിൽ എത്രയോ കാലമായിട്ട് പുണ്യരായ ശ്രേഷ്ഠരായ പണ്ഡിതന്മാരുടെ, ഭക്തജനങ്ങളുടെ, വിശ്വാസികളുടെ അനേകം പണ്ഡിതന്മാരുടെ പ്രസംഗം നമ്മൾ പറയില്ലേ, ഏറ്റവും വലിയ പ്രസംഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹിജ്റ 10-ാം വർഷം ദുൽഹജ്ജ് 9 വെള്ളിയാഴ്ച അറഫായിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ആ വിടവാങ്ങൽ പ്രസംഗമാണ്. അന്ന് തിരുമേനി എന്താ നമ്മളോട് പറഞ്ഞത്? നിങ്ങളുടെയൊക്കെ മാതാവ് ഒന്ന്, പിതാവ് ഒന്ന്, നമ്മളെ പോലെ ഒരു വ്യത്യാസമില്ല. കറുത്തവനോ വെളുത്തവനോ തമ്മിൽ വ്യത്യാസമില്ല. വ്യത്യാസമുണ്ടെങ്കിൽ അത് തഖ്വായുടെ, സൂക്ഷ്മദർശനത്തിൻ്റെ, ഭക്തിയുടെ കാര്യത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞ അത്തരം പ്രഭാഷണങ്ങൾ പ്രകമ്പനം കൊണ്ട ഈ അന്തരീക്ഷത്തിൽ അല്പബുദ്ധിയായ ഈ ചന്ദ്രശേഖരന് പ്രസംഗിക്കാൻ അവസരം തന്ന ഒരു കൊല്ലം മുമ്പേ വിളിച്ച ഇസ്മായിലിന് സ്പെഷ്യൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നല്ല മനസ്സിന് മുമ്പിൽ, അവിടെയാണ് അർച്ചന, ഒരർച്ചന പുഷ്പം പോലെ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി വിളിച്ചതിനും കേട്ടതിനും നന്ദി, നമസ്കാരം. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഞാനിവിടെ ഖുർആനിക സന്ദേശങ്ങളൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഉറപ്പുണ്ട് ഉച്ചാരണ വൈകല്യം വന്നിട്ടുണ്ടാവാം, ഉച്ചാരണ ശുദ്ധി പോരാതെ ഉണ്ടായിട്ടുണ്ടാവാം. ക്ഷമിക്കണം പണ്ഡിതന്മാർ, എന്നെ തിരുത്തി തന്നെ എന്നെ അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഒരു 55 കിലോമീറ്ററോളം ഇനി വീട്ടിലേക്ക് എത്താൻ പോവാനുണ്ട്. 55 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ലേശം ഒരു അസഹിഷ്ണുത കാണിച്ചില്ലേ ഉസ്താദെ? കാണിച്ചുവോ? എന്നെ വിളിക്കാതെ എന്ത് ചെയ്യാൻ ഉസ്താദോട് പറഞ്ഞുകൊണ്ട്, ഉസ്താദ് എനിക്ക് 55 കിലോമീറ്റർ. ഉസ്താദ് അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ 55 താണ്ടിയില്ല ഇങ്ങോട്ട് ഇവിടെ എത്തിയത് എന്നും പറഞ്ഞപ്പോൾ എന്നോട്, അങ്ങ് ഹദ്ദാദെന്നേ വന്നത് പറഞ്ഞു അല്ലേ? അങ്ങനെ ഉസ്താദ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ ദൂരം പോവാനുണ്ട്. നേരത്തെ വന്ന് ഞാൻ അവസാനം പോവേലായി പോകുമെന്ന് പേടിച്ചുകൊണ്ടായിരുന്നു. കാരണം ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് ആദ്യം വന്നത് ഞാനാണ്. അപ്പോൾ അവസാനമായിപ്പോൾ വലിയ ക്ഷയമായിപ്പോൾ അറിഞ്ഞിട്ടാണ് ഇടയ്ക്കൊരുക്ക് വേദി തരണമെന്ന് പറഞ്ഞത്. ഇവിടെ ഇത്ര സമയം നിങ്ങളെ ഇരുത്തിയത് അപരാധം തന്നെയാണ്. എല്ലാം പൊറുക്കുന്നവനാണ് അള്ളാഹു. വായിച്ചു ഞാൻ അങ്ങനെയും, എല്ലാം പൊറുക്കുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹു അത് പൊറുത്തു തരട്ടെ, നമുക്കൊക്കെ സൽബുദ്ധി തരട്ടെ, നമ്മയൊക്കെ നന്മയിലേക്ക് പിന്നെ നടത്തട്ടെ. നമുക്കൊക്കെ സ്നേഹത്തോടുകൂടി എക്കാലവും ഈ ഭൂമുഖത്ത് ആയുസ് അനുവദിക്കുന്നിടത്തോളം കാലം ജീവിക്കാൻ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് റബ്ബുൽ ആലമീനായ തമ്പുരാനോട് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. വിളിച്ചതിന് ഒരിക്കൽ കൂടി നമസ്കാരം, കേട്ടതിന് അതിനേക്കാളും നമസ്കാരം.